ജയചന്ദ്രൻ, കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്രയും വൈകാരികമായി ആളിക്കത്തിച്ച മറ്റൊരു വിഷയമല്ല. രണ്ട് കുഞ്ഞു പെൺകുട്ടികൾ, അവരുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായവരെ രക്ഷിക്കാൻ CPIM നേതാക്കൾ ഇടപെടുന്നു. ഇതായിരുന്നു ആ ഒരു ചർച്ചയുടെ ആത്യന്തികമായ ഒരു ക്രക്സ് എന്ന് പറയുന്നു. നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് CBIയുടെ കുറ്റപത്രമോ മറ്റു കാര്യങ്ങളോ ഒന്നും കണ്ട ഭാവമില്ല, ആ വാർത്തയുമില്ല. പക്ഷേ മാധ്യമധർമ്മം എന്നൊരു സാധനമില്ലേ? നേരത്തെ നിതിൻ പറഞ്ഞതുപോലെ ഒരു വാർത്തയ്ക്ക് ഒരു ബേസ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകേണ്ടേ? അതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന വേണ്ടേ? അത് പരിശോധിച്ചിട്ട് വേണ്ടേ വാർത്തകൾ നൽകാൻ? അതല്ലേ ഒരു മാധ്യമധർമ്മം, ഏത് രാഷ്ട്രീയമോ ആയിക്കോട്ടെ. അങ്ങനെ ഒരു കാര്യം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ രണ്ട് പേരുകൾ ഇവിടെ നിതിൻ പറയുകയും ചെയ്തു. അവരായിരുന്നു ഈ ചർച്ചകൾക്കൊക്കെ മാധ്യമങ്ങളിൽ നേതൃത്വം നൽകിയത്. ജയചന്ദ്രൻ. അതെ, നിതിൻ പറഞ്ഞ ആ രണ്ട് പേരുകൾ വളരെ പ്രസക്തമായ പേരുകളാണ് എന്നുള്ളത് അംഗീകരിക്കുമ്പോൾ തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട വശങ്ങളും കൂടി ഇതിൻ്റെ അകത്ത് കാണാതിരുന്നുകൂടാ ഷമ്മി. ഇതില് പ്രതിസ്ഥാനത്ത് ആരെയാണ് നിർത്തിയിരുന്നത്? പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയായിരുന്നു. പിണറായി വിജയനാണല്ലോ ആഭ്യന്തരകാര്യമന്ത്രി. ആ ആഭ്യന്തര വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന്റെ പോലീസ് ഭരണം അടിമുടി തെറ്റാണെന്ന് മാത്രമല്ല ഗുരുതരമായ പിഴവ് വന്നിരിക്കുന്നു. അത്തരത്തിൽ കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നം രണ്ട് കുഞ്ഞുങ്ങൾക്ക്, പെൺകുഞ്ഞുങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഒരവസ്ഥ കേരളത്തിൽ മുമ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അത്തരത്തിലൊരു വലിയ ഗുരുതരമായ സംഭവ വികാസത്തിന് വഴിവെച്ചത് പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പാണ്, പോലീസാണ്. അപ്പൊ ആ പോലീസിനെ നയിക്കുന്ന പിണറായി വിജയനെതിരെ കേരളത്തിൽ ഉടനീളം, ധർമ്മടത്ത് മാത്രമല്ല കേരളത്തിൽ ഉടനീളം ജനവികാരം ഉണരണം. അതുകൊണ്ട് തന്നെ ഇവർ വാളയാറിന്റെ അമ്മയല്ല, ഈ രണ്ട് പെൺകുട്ടികളുടെ അമ്മയല്ല, കേരളത്തിന്റെ അമ്മയാണ്. ആലോചിക്കണം, കേരളത്തിന്റെ അമ്മയാണ് അഭിസാരികയായ സ്ത്രീ എന്നായിരുന്നു പ്രചരണം. അങ്ങനെയാണല്ലോ കേരളം മുഴുവൻ എടുത്തു പിടിച്ചു കൊണ്ടു നടന്നത്. അതിന് ഏറ്റവും മുന്തിയ പ്രചാരമുള്ള മനോരമ ഒന്നാം സ്ഥാനത്ത്, ഞാൻ മുമ്പേ എന്ന മട്ടിൽ ബാക്കിയുള്ള പ്രിന്റ് മീഡിയയും അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിനും ശക്തിയായി തന്നെ ഇലക്ട്രോണിക് മീഡിയയും സോഷ്യൽ മീഡിയയും. ഇതാണല്ലോ കേരളത്തിൽ ആ സമയങ്ങളിലൊക്കെ കണ്ടത് നമ്മൾ. എന്നിട്ട് ഇങ്ങനെ ഇത്രയും അപഹസിക്കാൻ ശ്രമിച്ചിട്ട്, ഇത് പിണറായി വിജയനെ മാത്രമല്ല പാലക്കാട്ടെ MP രാജേഷിനെയും ഗുരുതരമായി തന്നെ ഇത് പറഞ്ഞ് വേട്ടയാടിയ സന്ദർഭങ്ങൾ എത്ര അനവധിയാണ്. അപ്പൊ ഇത് ധർമ്മടവും പാലക്കാടും കൊണ്ട് നിർത്താൻ കേരളം ആകെ ഈ ഒരു ജ്വരബാധ പോലെ ഇതിനെ അങ്ങോട്ട് ഏറ്റുവിടാനായിട്ടാണ് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ ശ്രമിച്ചത്. അതിന്റെ കൂട്ടത്തിൽ വഹിച്ച പങ്കാണ് മുമ്പേ പറഞ്ഞ ഈ വേതാളങ്ങൾക്കുള്ളത്. രണ്ടുപേരുടെ പേര് പറഞ്ഞില്ല, അവർക്കുള്ളത്. പക്ഷെ അത് മാത്രമല്ല നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ള പ്രശ്നം. ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ, എനിക്ക് ആ പേര് പറയുന്നതിൽ, അവരെ അങ്ങനെ വിളിക്കുന്നതിൽ ഒരു മടിയുമില്ല എന്ന് മാത്രമല്ല, അവരെ അതല്ലാതെ മറ്റൊരു പേര് വിളിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ, അഭിസാരിക എന്നല്ലാതെ. ആ അഭിസാരിക അവർ ശരീരം വെച്ച് ജീവിച്ചു എന്നുള്ളത് മാത്രമല്ല, സ്വന്തം രണ്ട് പിഞ്ച് പെൺമക്കളെ അവരെ അവരുടെ ശരീരം വിറ്റ് ഇവർക്ക് ജീവിക്കാനായി, പണം ഉണ്ടാക്കാനായി, അവരുടെ മാനാഭിമാനങ്ങളെല്ലാം വിറ്റ് തൊലച്ച് അവരെ കൊലയ്ക്ക് കൊടുത്ത ഒരമ്മയല്ല, സ്ത്രീത്വത്തിന് തന്നെ അപമാനമാണ്. സ്ത്രീത്വത്തിനും മാതൃത്വത്തിനും അപമാനമായിട്ടുള്ള ഈ സ്ത്രീ കാണിച്ചു വെച്ചതിനെല്ലാം കൈകൊട്ടി ആർത്തു വിളിച്ച് പിണറായി വിജയനെ ഇപ്പതാ കുരിശിൽ കയറ്റണം എന്ന് പറഞ്ഞ് നടന്ന ഈ സംഘമൊക്കെ ഇപ്പൊ ഏത് മാളത്തിലാണ് പോയി ഒളിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ പരസ്യമായി ആവർത്തിച്ച് ചർച്ച ചെയ്യേണ്ടത് ഷമി. ഇതിൻ്റെ അകത്ത് സംസ്ഥാന ഭരണകൂടമല്ലല്ലോ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പോയത് ഈ സ്ത്രീ തന്നെയാണ്. ഇവരെ പിന്നിൽ നിന്ന് നയിച്ച കുറെ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ശ്രീ നിതിൻ കണിച്ചേരി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിന്റെ പിന്നിൽ വളരെ വലിയ ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന ഇവിടം കൊണ്ട് മാത്രം, കേരളം കൊണ്ട് മാത്രം ഒതുങ്ങും എന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല. പാലക്കാടല്ല, വാളയാറല്ല, കേരളമല്ല, അതിനും അപ്പുറത്തേക്കുള്ള ഈ മാധ്യമ ലിങ്കുകൾ തന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുമെന്ന ഉറച്ച അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം കേരള മാധ്യമ ചരിത്രത്തിൽ ഇത്തരത്തിൽ നീചമായ ഒരു സംഭവം ഉണ്ടായിട്ട് എത്ര മാധ്യമങ്ങൾ തങ്ങൾക്കിങ്ങനെ തെറ്റുപറ്റി
അതിൽ പിന്നെ ഈ മാപ്പ് ചോദിക്കുകയൊന്നും വേണ്ട, അതിൽ പശ്ചാത്താപമുണ്ട് എന്നെങ്കിലും പറയാൻ തയ്യാറായ ഈ മീഡിയ ഹൗസുകളുണ്ടോ, മാധ്യമ പ്രവർത്തകരുണ്ടോ? എല്ലാവരും ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയ വാർത്തയെല്ലാം ഞങ്ങൾ കൊടുത്തു, അത് ഞങ്ങളുടെ അന്നത്തെ ശരിയായിരുന്നു എന്ന് പറഞ്ഞ് തലയെക്കെട്ടും കെട്ടി നടക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും ഉള്ളത്. ഈ കേസിന്റെ ഭാഗമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത എല്ലാവരും തന്നെ. അപ്പൊ ഇത് പിന്നെ ഈ ഒരു സംസ്ഥാനത്തിനകത്ത് മാത്രം നിൽക്കുന്ന മാനങ്ങളുടെ കേസായിട്ട് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിതിൻ ഗഡ്കരി പോലുള്ളവർ ഇക്കാര്യത്തിൽ ഇതിന്റെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ ഇടപെടലുകൾ നിയമപരമായി, CBI ആണല്ലോ കേസ് അന്വേഷിക്കുന്നത്, നിയമപരമായി ഈ കേസിനെ എങ്ങനെ നേരിടാൻ പറ്റും, ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ കൂടെയുള്ള ഇടപെടലിന്റെ ഭാഗമായി എന്നുള്ളതും വളരെ ഗൗരവത്തിൽ ചിന്തിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം പറച്ചിലുകൾക്ക് അപ്പുറത്തേക്ക് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഗൂഢശക്തികളെ ഒരു കാലവും പുറത്ത് വെളിച്ചം കാണാതെ അവർ അപ്പോഴും അവരുടെ കുതന്ത്രങ്ങളുമായി, നിഗൂഢ നീക്കങ്ങളുമായി വീണ്ടും